ആറ്റൂർ രവിവർമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചും പറയുമ്പോൾ അലൻ ബാജ്യു എന്ന പ്രശസ്തനായ തത്വചിന്തകൻ്റെ ഒരു നിരീക്ഷണമാണ് ഓർമ്മ വരുന്നത്. പല കാലത്തും കവികൾ തത്വചിന്തകരുടെ ഒരു ജോലി ഏറ്റെടുക്കാറുണ്ട്. ഹോൾഡർലീൻ തുടങ്ങിയിട്ടുള്ള ചില കവികളെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനം. എന്നിട്ട് അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുകയാണ്, ഇന്നത്തെ കാലത്ത് കവിത തത്വചിന്തയുടെ ജോലി ഏറ്റെടുക്കേണ്ടതില്ല. കാരണം കവിതയ്ക്ക് കവിതയുടേതായിട്ടുള്ള ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്, തത്വചിന്തയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത് എന്നിങ്ങനെ അദ്ദേഹം അതിനെ രണ്ടിനെ വേർതിരിക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് പലപ്പോഴും കവികൾ തത്വചിന്തകരുടെ റോൾ മാത്രമല്ല, സാമൂഹിക പരിഷ്കർത്താക്കളുടെയും ജ്യോത്സ്യന്മാരുടെ വരെ റോളുകൾ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ കവിത എഴുതുന്ന അല്ലെങ്കിൽ കവിതയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കവിയുടെ ധർമ്മമാണ് ഒരു കവിക്ക് നിറവേറ്റാനുള്ളത് എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചിട്ടുള്ള കവിയാണ് ആറ്റൂർ. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള കവിതകൾ, അത് അവസാന കാലം വരെ അദ്ദേഹം വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ നമുക്കറിയാം. മറ്റു കവികളെ അപേക്ഷിച്ച് കുറച്ച് കവിതകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. എങ്കിലും ആ ഓരോ കവിതയും കവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്നുപോലും പറയാൻ പറ്റില്ല, അതായത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ലാത്ത ഒരവസ്ഥ കവിതയ്ക്കുണ്ട്. കവിതയ്ക്ക് വേണ്ടി പോലുമല്ല, മറ്റൊന്നിനു വേണ്ടിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥ കവിതയ്ക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ കവിതയിൽ സഞ്ചരിച്ച ആളാണ് ആറ്റൂർ. കവിത പലപ്പോഴും സംവേദനം നിർവഹിക്കുന്നത് ആശയങ്ങളിലൂടെയല്ല, ലാവണ്യപരമായ ആശയങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ഈസ്തറ്റിക് ഐഡിയാസിലൂടെയാണ്, കൺസെപ്റ്റുകളിലൂടെയല്ല, ഈസ്തറ്റിക് ഐഡിയാസിലൂടെയാണ്. ഇത് എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവി കൂടിയാണ് ആറ്റൂർ. ഇത്തരത്തിലുള്ള തോന്നലുകൾ ഒക്കെ സാക്ഷാത്കരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കവിതയാണ് ഇവിടെ വായിക്കുന്നത്. കാട്ടുമരുന്ന് എന്നാണ് കവിതയുടെ പേര്. മീനച്ചിലാറിനറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുന്നത്. അപ്പോൾ മീനച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു ആത്മബന്ധം എനിക്കുണ്ട്. പേരാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന എം ഗോവിന്ദനെ സ്മരിക്കുന്ന കവിതയാണിത്. ആറ്റൂരിൻ്റെ തന്നെ ജീവിതവുമായും ആ തരത്തിൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ മീനച്ചിലാറും പേരാറും തമ്മിലുള്ളൊരു സംവാദം, അല്ലെങ്കിൽ രണ്ട് നദികൾ തമ്മിലുള്ള സംവാദം എന്നുള്ളതിനപ്പുറം രണ്ട് ലാവണ്യപരമായ അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവപരമായ അനുഭവങ്ങൾ തമ്മിലുള്ള സംവാദമായി മാറുന്ന ഒരു സ്വഭാവം ഈ കവിതയിൽ ഉണ്ട്. ഇതിലെ മീനച്ചിലാറ് വെറും മീനച്ചിലാറല്ല, ഇതിലെ പേരാറ് വെറും പേരാറുമല്ല. അത് വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു. ഈ കവിതയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. പാഠഭേദം എന്ന പ്രസിദ്ധീകരണത്തിൽ എം ഗോവിന്ദൻ്റെ കവിതയെപ്പറ്റിയുള്ള ആക്ഷേപത്തെക്കുറിച്ച് ആണ് ആറ്റൂരിൻ്റെ ഈ കവിത. നമുക്കറിയാം, ഗോവിന്ദൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തത്വചിന്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു സ്വന്തമായ അസ്തിത്വം സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കവിത ആ നിലയ്ക്ക് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ധാരാളം വിമർശനങ്ങൾ ആ കാലത്ത് അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. 70കളിൽ ധാരാളം വിമർശനങ്ങൾ, റിവൈവലിസ്റ്റിൻ്റെ, കൾച്ചറൽ റിവൈവലിസ്റ്റിൻ്റെയും ഭാഷാപരമായ മൗലികവാദത്തിൻ്റെയും ഒക്കെ അത്തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഗോവിന്ദൻ്റെ കവിതയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. മാത്രമല്ല, ഗോവിന്ദൻ്റെ ചിന്തകളും മറ്റൊരു തരത്തിൽ നമ്മുടെ ഒരു പരമ്പരാഗതമായ വിപ്ലവ ചിന്തകളോ അല്ലെങ്കിൽ പരമ്പരാഗതമായ പുരോഗമന ചിന്തകളോ അല്ല, പകരം അതിൽ നിന്ന് വേറിട്ട ഒരു ചിന്തയാണ് ഗോവിന്ദൻ്റേത് എന്നും നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി സംഗതികൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ്. കവിതയുടെ ധർമ്മത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുന്ന കവിതയാണെന്ന് തോന്നുന്നു. കാട്ടുമരുന്ന്. മീനച്ചിലാറിനറിയില്ല നീന്തൽക്കുളം പോലൊരുങ്ങാനും കണ്ണീർക്കുഴലായി മെരുങ്ങാനും. മീനച്ചിലാറിനറിയില്ല നീന്തൽക്കുളം പോലൊരുങ്ങാനും കണ്ണീർക്കുഴലായി മെരുങ്ങാനും. തെക്കു പടിഞ്ഞാറൻ കാറ്റിന് മേശപ്പങ്കയായി കറങ്ങാനും. കടൽ മധുരിക്കുന്നില്ല, മുള്ളില്ലാത്തതു മീനല്ല, ചെടിക്ക്
പൂക്കളപ്പോരാട്ടത്തിൽ പങ്കില്ല. വെളിപാടിനു വേണ്ടത് കൊഞ്ചുന്ന ചുണ്ടിൻ്റെ കൂർപ്പല്ല. കടൽ മധുരിക്കുന്നില്ല, മുള്ളില്ലാത്തതു മീനല്ല. ചെടിക്ക് പൂക്കളപ്പോരാട്ടത്തിൽ പങ്കില്ല. വെളിപാടിനു വേണ്ടത് കൊഞ്ചുന്ന ചുണ്ടിൻ്റെ കൂർപ്പല്ല. അറിവിൻ കവി ഗോവിന്ദനെന്ന് പേരാററിയാതെ പേശുന്നു. 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 ഇതാണ് കവിത. ഗോവിന്ദൻ്റെ ഒരു ഉദ്ധരണി കൂടി കൂടെ കൊടുത്തിട്ടുണ്ട്. അറിവിന് അതിരുണ്ട്, എതിരുമുണ്ട്, അറിവില്ലായ്മയ്ക്ക് രണ്ടുമില്ല. ഇതാണ് ഒപ്പം കൊടുത്തിട്ടുള്ള ഉദ്ധരണി. ഇത് ഒരു തരത്തിൽ ഗോവിന്ദനെ അറിവിൻ്റെ കവി എന്ന് അടയാളപ്പെടുത്തുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് ആറ്റൂർ അതിൽ നിന്നുള്ള സ്വന്തം വ്യത്യാസം കൂടി, നമ്മളെപ്പോഴും ഗോവിന്ദൻ്റെ ഒരു ധാരയിൽ തന്നെയാണ് ആറ്റൂരിനെ പെടുത്താറുള്ളത്, എങ്കിലും അതിൽ നിന്നുള്ളൊരു വ്യത്യാസം കൂടി ആറ്റൂർ ഈ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ അറിവിൻ കവി കൂടിയാണ് ഗോവിന്ദൻ. ആറ്റൂര് വേറൊരു തരത്തിലാണെന്ന് തോന്നുന്നു. കാരണം കവിതയുടെ കവി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആറ്റൂർ നിൽക്കുന്നതെന്നാണ് എൻ്റെ വായനാനുഭവം.